പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. ഞാൻ അവരെ ഓട്ടോയിൽ പോലും എടുത്തില്ലായിരുന്നു. അന്ന് മൻസൂറിനെ ഞാനാ കൊണ്ടുപോയി. 4 പേർക്കും 4 സ്വഭാവം തന്നെയാണ്. ഞാനതങ്ങനെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് അല്ല. വെരി വെരി ഹാപ്പി. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണകുമാറിന്റെ മകൾ കുറെ നാൾക്ക് ശേഷം മാപ്പുമായിട്ട് എത്തിയിരിക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ മകളെ എല്ലാവർക്കും അറിയായിരിക്കും, ഹൻസിക കൃഷ്ണകുമാർ. അപ്പോൾ ഹൻസിക കുറച്ച് നാൾക്ക് മുന്നേ ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൻസിക ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. ഞാൻ ആ ഒരു വിഷയത്തിൽ ഖേദിക്കുന്നു. ഞാനൊരു വീഡിയോ അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും ഒരു പ്രത്യാഘാതം അതെനിക്ക് ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ പണം അത്രയും ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഒരു വീരവാദം മുഴക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഇതില് ചാരിറ്റിക്ക് മുഴുവനായിട്ടും അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-2 ലക്ഷം രൂപ കൊടുക്കായിരിക്കാം, ബാക്കി എന്നാലും അവിടെ അക്കൗണ്ടിൽ തന്നെ കാണേ. അപ്പൊ ഇത്രയും നാൾക്ക് ശേഷം ഈ വിഷയം കഴിഞ്ഞു, കുറെ കാര്യങ്ങൾ കഴിഞ്ഞു, അടുത്തിപ്പോ വന്നിട്ടാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്, അത്രയും ക്യാഷ് കയ്യിൽ അക്കൗണ്ടിൽ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് മാപ്പ് പറയുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ആരും തെളിവ് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലത്തില്ല. അത് നന്നായിട്ട് അവർക്ക് ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്നു, ഞാൻ ചെയ്ത തെറ്റാണ്, ചെയ്തപ്പോ ഒന്നും തെറ്റായിട്ട് തോന്നിയില്ല. ആരും എടുത്തിട്ട് ഇതുപോലെ ഹൻസികയുടെ വീഡിയോ പുറത്തേക്ക് ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോശമാണ് എന്നുള്ള രീതിയിൽ, ഇത്രയ്ക്കും വേണ്ടായിരുന്നു, ഇത്രയും കാശുള്ള ടീംസ് അല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറെ കമന്റ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഒന്നുമില്ലായിരുന്നു അതിനെതിരെ. പക്ഷെ ഇവർ എല്ലാവരും ചേർന്നിട്ട് എല്ലാവരുടെ യൂട്യൂബേഴ്സിനൊക്കെ കുറെ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്ക് കൊടുത്ത പിന്നെ റീച്ച് കിട്ടത്തില്ലല്ലോ. ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഇത്ര റീച്ച് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് 1000-ൽ കിടന്ന സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 4600-ന് മേളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിന്റെ കഴിവാണ്, അല്ലാണ്ട് നിങ്ങളുടെ കഴിവല്ല. നിങ്ങൾ ഇനി എത്രയൊക്കെ കാണിച്ചിട്ടുണ്ടാക്കിയാലും അത്രയൊന്നും വരാനും പോകുന്നില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരും റിയാക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അത്രയും ക്യാഷ് വരെ കിട്ടാനുള്ള കാര്യം ഉണ്ടായത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ മറ്റുള്ളവരെ വയറ്റത്തെ കഴിക്കുമ്പോഴത്തേക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടാണെങ്കിലും അത് മറ്റുള്ളവർ റിയാക്ട് ചെയ്തിട്ടാണല്ലോ നമ്മളെ 10 പേരും കൂടി അറിഞ്ഞത് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം എല്ലാവർക്കും അറിയായിരിക്കും, നല്ല ഹൈ ഫാമിലിയാണ്. ദിയ കൃഷ്ണ കുറച്ച് നാൾക്ക് മുന്നേ ഭയങ്കര ഒരു പ്രശ്നത്തിൽ ഞാൻ എൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കത്തില്ല, എന്താ വെച്ചാല് വഴി പോണ ആൾക്കാരെ എനിക്ക് അമ്മ എന്നങ്ങനെ വിളിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അന്ന് ദിയ കൃഷ്ണ അഹങ്കാരത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദിയ കൃഷ്ണ മാപ്പായിട്ടൊന്നും വന്നിട്ടില്ല. ദിയ കൃഷ്ണ അതിൽ ഉറച്ചു നിൽക്കാണ്. ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ, എനിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ സ്വന്തം അമ്മ മാത്രമേ ഞാൻ അമ്മ എന്ന് വിളിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഏകദേശം ആ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരുടെ അഹങ്കാരമൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അപ്പൊ എന്തായാലും ഭയങ്കര മാപ്പ് അപേക്ഷിച്ച് വന്നേക്കാണ്. ഇത്തിരിയെങ്കിലും നാണമുണ്ടോ? കാരണം പൈസ എല്ലാം കയ്യിൽ കിട്ടിയ ശേഷം ഇനി ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാൻ പറ്റില്ല, ആരും തെളിവ് ചോദിക്കത്തില്ലല്ലോ. അതുകൊണ്ട് മാപ്പപേക്ഷ വന്നേക്കുകയാണ്. മറ്റുള്ളവരുടെ ചാനലിലൊക്കെ ഇത്രയൊക്കെ റീച്ചുള്ള ചാനലൊക്കെ ഇങ്ങനെ അടിച്ചു കളയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക, ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന് ചിന്തിക്കുക. കഷ്ടമുണ്ട് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിസ്സാരം തമ്പനയിലായിട്ട് ഫോട്ടോ ഇട്ട ആൾക്കാരുടെ പോലും ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഹൻസിക തെറ്റുകളൊക്കെ തിരുത്തി എന്നുള്ള രീതിയിലാണ് തിരിച്ചു വന്നേക്കുന്നത്. തെറ്റുകൾ തിരുത്തുന്നത് സ്വാഭാവികമാണ്. തിരുത്തേണ്ട സമയത്ത് തിരുത്തുക തന്നെ വേണം. അതിൽ നിന്ന് കിട്ടിയ ക്യാഷൊക്കെ ചാരിറ്റിക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും 4600-ഓളം സബ്സ്ക്രൈബർ ഉണ്ട്. അത് അത്രയും ക്യാഷ് 399 രൂപ ഇൻറ്റു വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ഉണ്ട് കാശ്. അപ്പോൾ അതത്രയും കൊടുക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇത് ഇത്രയ്ക്കും വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഹൻസിക മാപ്പ് പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, നമുക്കത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് പക്ഷെ മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ആ ഒരു കുടുംബത്തിന് അത്രയ്ക്കും വേണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മിക്കുകയാണ്. അത്രയും ക്യാഷ് ഇല്ലാത്ത കുടുംബമല്ല. അങ്ങനെ ഇച്ചിരി വൈറലാകാനാണെങ്കിൽ ഇങ്ങനെ കാണിച്ചത് മഹാചെറ്റത്തരം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, എനിക്കത് തെറ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു. മാപ്പ് ഇനി പറയുന്നത് എന്തിനാണ്? കാശെല്ലാം കയ്യിൽ കിട്ടി, 4600 സബ്സ്ക്രൈബറായി, ഇനി എന്തിനാണ് മാപ്പ്? കിട്ടേണ്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പെൺമക്കളെ നല്ല രീതിയിലാണ് വളർത്തുന്നത്, ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിലാണ് വളർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം വന്നാൽ അത് റിയാക്ട് ചെയ്യും. അത് ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ്, ഇന്ന ആളുടെ മകളാണ് എന്നുള്ള രീതിയിലൊന്നും അല്ല. പല ആൾക്കാരുടെ വീഡിയോസും അതുപോലെ ഈ സബ്സ്ക്രിപ്ഷൻ ഇടുന്ന ആൾക്കാരുടെ വീഡിയോസ് അറിയായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും പലരും വിചാരിക്കും, അയ്യോ ഇതിന് വേണ്ടിയിട്ടാണോ ഇതിന് വേണ്ടിയിട്ടായിരിക്കുമോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിൽ പലതരം കാര്യങ്ങളുണ്ട്.
പക്ഷെ അതൊന്നും ആർക്കും ചെയ്യാൻ വയ്യ. പക്ഷെ ഇന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം പെട്ടെന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, പെട്ടെന്ന് എങ്ങനെ അക്കൗണ്ട് നിറയ്ക്കാം, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണല്ലോ പല ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ കൃഷ്ണകുമാർ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ നിയന്ത്രിക്കാറില്ല, എൻ്റെ മക്കൾക്ക് ഞാൻ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ തന്നെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ എന്ന് പറഞ്ഞാല് ഇതിപ്പോ കൃഷ്ണകുമാറിന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് ആരും വീഡിയോ ചെയ്യാണ്ടിരിക്കത്തില്ല. ആരുടെയും വായ മൂടിക്കെട്ടാനും പറ്റത്തില്ല. കൃഷ്ണകുമാറിന്റെ മകളാണെങ്കിലും എത്ര വലിയവന്റെ മക്കളാണെങ്കിൽ പോലും തെറ്റ് കണ്ടാല് ആൾക്കാർ പ്രതികരിക്കും. അതും സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് അവരെ വീട്ടിൽ ചെന്നിട്ട് ഒളിക്യാമറ വെച്ചിട്ടോ അവർ വീട്ടിൽ ചെന്നിട്ട് എത്തി നോക്കിയിട്ടോ അവർ വീട്ടിൽ പോയിട്ട് നേരിട്ട് കണ്ടോ അവരിൽ നിന്ന് ഒളിച്ച് ക്യാമറ പിടിച്ചിട്ടോ ഒന്നും എടുത്ത വീഡിയോ അല്ലല്ലോ. അത് സബ്സ്ക്രിപ്ഷനിൽ ആരോ കണ്ട വീഡിയോ, ഇവരുടെ ആരോ ഒരു സബ്സ്ക്രൈബർ കണ്ട വീഡിയോ അവരാരോ ലീക്കാക്കി അത് സോഷ്യൽ മീഡിയയിൽ വന്നു. അവസാനം അതെടുത്ത് അവർ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്തതിനാണ് ഇത്രയും യൂട്യൂബേഴ്സിനൊക്കെ സ്ട്രൈക്ക് കൊടുത്തിട്ട് അങ്ങ് മിണ്ടാണ്ടിരിക്കുന്നത്. സ്വന്തം മകള് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തിന്റെ കുറവാണ്, നമുക്ക് ഇത്ര ആവശ്യത്തിന് പണമില്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനത്തെ പണിക്ക് പോകുന്നത് എന്നാ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം 1 രൂപ എടുത്തിട്ടില്ല, അത്രയും പൈസ ഞാൻ ചാരിറ്റിക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ അത്രയും പുളുവായിട്ട്. കാരണം 4600 വെച്ചിട്ടാണെങ്കിലും ഒരു 399 രൂപ ഒന്ന് ഇൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാം എത്ര രൂപ എമൗണ്ട് കിട്ടുമെന്ന്. അപ്പൊ അത്രയും രൂപ ചാരിറ്റിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ആരും കൊടുക്കത്തില്ല. കാരണം കാശില്ലേ, കാശ് ഒന്നുമില്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ച് ഉണ്ടാക്കിയ കാശില്ലേ, അതിപ്പോ എല്ലാവർക്കും കൊടുത്ത. പിന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ഉണ്ടാക്കിയ കാശ് ചാരിറ്റിക്ക് കൊടുത്തിരുന്നാലും അതിലൊരു എന്താ പറയാ ഒരു പുണ്യം കിട്ടാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അല്ലാത്ത കാര്യങ്ങളിൽ ഓക്കെയാണ്. ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചാരിറ്റിക്ക് കൊടുക്കുന്നത് അത്രയ്ക്ക് വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ, എന്തായാലും മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ 1 രൂപ അതിന് ചെലവാക്കിയിട്ടില്ല, എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് മഹാ പൊട്ടത്തരമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെയായിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും, എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിനെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പോൾ എത്ര വർഷമായി 6 ഇയേഴ്സ് ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ ഉള്ളി. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ്. ഏത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലുണ്ടല്ലോ അത് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ വെപ്പണാണ് മണി എന്ന് പറയുന്നത്. ആക്ച്വലി ഞാനും ഇഷാനി ഓസി ജെൻസിയാണ്, അമ്മു മാത്രം ജെൻസി അല്ലാത്തത്. പക്ഷെ അതിൽ നമുക്കൊരു ഡിഫറൻസ് ഒന്നുമില്ല. വി ഡിഡ് ഫീൽ ലൈക്ക് ഓ യോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ടഡ് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. ആസ് എ ഗേൾ വി ആർ ലെസ് കേപ്പബിൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റില്ല. ഇപ്പോൾ കാരണം അമ്മ എല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്.